ഗൈസ് വെൽക്കം ബാക്ക് ടു എ ഡി ഗെയിമിംഗ്. സോ അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഫൈനലി പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. സോ അപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ പരിപാടി? കഴിഞ്ഞ എപ്പിസോഡിൽ എന്തായിരുന്നു ഗൈസ്? ഗൈസ് വില്ലേജർ ബ്രെഡ് അത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എന്താണ് ഗൈസ് അയൺ ഫാം ഗൈസ് ഉണ്ടാക്കി സാധനം പറഞ്ഞു. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാനൊരു സാധനം കാണിച്ചുതരാം ഗൈസ് നിങ്ങൾക്ക്. ഇതിപ്പോൾ നമ്മുടെ സ്പോൺ ഐലൻഡ് ആണ് ഗൈസ്. സോ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മതി ഗൈസ്. ആക്ച്വലി അത് ഫ്ലാറ്റ് വേൾഡ് എന്നല്ല ഗൈസ്, ഇത് നമ്മുടെ സ്പോണാണ് ഗൈസ്. ഓ ഗൈസ് ഇവിടെ ഗൈസ് നമ്മുടെ സ്പോൺ ഐ തിങ്ക് ഇത് അവിടെ ആയിട്ട് വരും. ഇവിടെ ഒരു വില്ലേജ് ഉണ്ടായിരുന്നു ഗൈസ്. ബൈ ദ വേ ഇപ്പോൾ ഇവിടെ വില്ലേജ് ഒന്നും ഇല്ല ഗൈസ്. നമ്മളിവിടെ വന്ന് അടിച്ച് നിരപ്പാക്കി ഗൈസ്. അടിയിൽ നല്ല വട്ടത്തിൽ എന്തെങ്കിലും ഒരു സാധനം ഇതൊക്കെ ഗെയിമറിൻ്റെ ഇതിലിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇതൊന്നും റെക്കോർഡ് ചെയ്തില്ല. ഇവിടെ മൊത്തം മൈൻഡ് ചെയ്ത് നമ്മൾ കിഡ് ആക്കിയിട്ട് ഗൈസ്. പിന്നെ ഇത് മൈൻഡ് ചെയ്യുമ്പോൾ കിട്ടിയ കുറേ ഐറ്റംസ് ഉണ്ട് ഗൈസ്. അതൊക്കെ ഇത്രയും പെട്ടികളിലൊക്കെ ആയിട്ട് വെച്ചിരിക്കുകയാണ് നമ്മൾ. വില്ലേജ് കുറച്ചൊക്കെ കിട്ടിയതൊക്കെയാണ് ഗൈസ് ഇത്രയും സാധനങ്ങൾ. ഗൈസ് ഇതാണ് ഗൈസ് ഇതൊക്കെ ഇതിനകത്തോണ്ട് ഗൈസ് ഇത്രയും ജസ്റ്റ് മൊത്തം സംഭവങ്ങളായിരുന്നു. അപ്പോൾ നമുക്ക് കെട്ടാനുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഓൾറെഡി ഇവിടെ ഇത് വെച്ചിട്ട് ഗൈസ് ഇത്രയും സംഭവങ്ങളാണ് ഗൈസ്. ഇതിപ്പോൾ ചില ബെഡിൻ്റെ കളർ ചെറിയ വ്യത്യാസമുണ്ട്. അത് നമുക്ക് കിട്ടിയത് മാത്രമേ ഇപ്പോൾ സെറ്റ് ചെയ്യാനുള്ളൂ. കണ്ട ഗൈസ് വെറും ഇത്ര സാധനങ്ങൾ മാത്രം മതി. പിന്നെ ഒരു 40 വില്ലേജർ സിമ്പിൾ. പിന്നെ ഒരു ശവരം കൂടെ മതി ഗൈസ്. ഇത് നമ്മൾ അണ്ടർഗ്രൗണ്ടാണ് ഇത് മൊത്തം ഉണ്ടാക്കാൻ പോണത്. വർക്ക് ആവും എന്തോ ഗൈസ് എനിക്കറിഞ്ഞൂട്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്നല്ല നമ്മൾ കെട്ടാൻ പോകുന്നത്. നമ്മൾ മിക്കവാറും നല്ല ദൂരത്തായിരിക്കും കെട്ടാൻ ചാൻസ്. സോ അപ്പോൾ ഞാൻ എന്തായാലും കെട്ടി കഴിഞ്ഞിട്ട് കാണിക്കും ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ അയൺ ഫാം അങ്ങനെ സെറ്റ് ചെയ്ത് ഗൈസ്. ഞാൻ നിങ്ങൾക്ക് ടൈം കാണിച്ചു തരാം. ഇപ്പോൾ ഏതാണ്ടൊക്കെ ഐ തിങ്ക് 12:50 ആയി ഗൈസ്. 1 മണിയാവാറായി രാത്രി ഗൈസ്. എപ്പി ഗെയിമർ എന്നെ കുറേ ഹെൽപ്പ് ചെയ്ത് ഗൈസ്. എനിക്ക് അടികട തല പ്രാന്തായി ഗൈസ്. അവസാനം ഇത് കാണുന്നവരെന്നല്ല ഗൈസ്. അതിനെ കാണുമ്പോൾ പുറത്ത് സാധാ ഒരു 3 വില്ലേജസിനൊക്കെ വെച്ചിട്ട് രാവിലെ കെട്ടിയിട്ടുണ്ടാവും. അതെ ഗൈസ്. അയ്യോ എനിക്കെൻ്റെ തലയൊക്കെ വേദന ഗൈസ്. നോക്കി ഗൈസ് 40 വില്ലേജേഴ്സ് ഉണ്ട് ഗൈസ് ഇതിനകത്ത്. 50 വില്ലേജേഴ്സ്. അയ്യോ ഇതെങ്ങനെ ഒപ്പിച്ചെന്ന് എനിക്ക് ഒരു ഇതില്ല ഗൈസ്. ഞാൻ രണ്ടാമന്മാരെ ഞാൻ എപ്പോഴും കൂടെ ബോട്ടിലിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് രണ്ടാമന്മാരെ ഇങ്ങോട്ട് കറക്റ്റ് 8 സ്റ്റാക്ക് ബ്രെഡ് ഞാൻ കൊടുത്തു ഗൈസ് സെറ്റ് ചെയ്ത്. അപ്പോൾ എൻ്റെ ഒരു ഫുഡ് മിക്കാൻ കാണാനുണ്ട് ഗൈസ്. ഇത് ഇവിടുന്ന് നമ്മൾ സോപ്പ് വന്ന് ചത്താണിത്. അപ്പോൾ അവൻ്റെ 6 മണിക്കാണ് ഗൈസ്. ഒരു സ്റ്റാക്കും 14 പിന്നെ 11 കോപ്പി. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നമുക്ക് നല്ല ലൂട്ട് തന്നെ ഇവിടുന്ന് കിട്ടുന്നുണ്ട് ഗൈസ്. അയ്യോ ഈ ഗ്ലാസ്സൊക്കെ വെക്കണത് നല്ല കൺഫ്യൂസ് ആയിരുന്നു ഗൈസ്. ഹെപ്പി ഗെയിമറിലേക്ക് ഞാൻ ഇതൊക്കെ എങ്ങനെ ചെയ്യും ഗൈസ് എനിക്കറിഞ്ഞൂടാ. ഒറ്റയ്ക്കായിരുന്നു എൻ്റെ കിളിയൊക്കെ പോയേനെ ഗൈസ്. പിന്നെ ഇവിടെ കുറേ പൂച്ചകൾ സ്പോണാവുണ്ട്. സ്ട്രിങ്ങൊക്കെ വേണമെങ്കിൽ ഇവന്മാരെ അങ്ങോട്ട് വന്നാൽ മതി. പിന്നെ ആകെ ഈ ഒരു പാർട്ട് മാത്രമേ ഗൈസ് കുറച്ച് കൺഫ്യൂസിങ് ആയത്. ഇവന്മാരെ കൊണ്ടുവന്ന് ഈ ഒരു ബ്രീഡ് ആവാൻ കുറേ ടൈം എടുത്തു. അതുപോലെ തന്നെ ഇവന്മാരുടെ ഓരോ ട്രേഡ് ഇവന്മാർക്കൊക്കെ ഇങ്ങനെ കറക്റ്റ് ട്രേഡ് കൊടുക്കാൻ അത്ര വലിയ സീനിലായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്തു. സോ അപ്പോൾ ഗൈസ്. സോ അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഗൈസ് ചാർജിങ് കഴിഞ്ഞ് ഗൈസ് 30 ഓക്കെ. സോ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത ഞാൻ ഏത് ഫാം കെട്ടണം കൂടെ കമൻറ്റ് ചെയ്യുക ഗൈസ്. നെക്സ്റ്റ്